പ്രിയ വിദ്യാർത്ഥികളെ, +1 കെമിസ്ട്രിയുടെ തെർമോഡൈനാമിക്സ് ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് സബ്ജക്റ്റ് ഹെസ് ലോ. അപ്പം എന്താണ് ഹെസ് ലോ എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഹെസ് ലോയാണ് HESS ആണ്. ഹെസ്സിൻ്റെ നിയമം എന്നുള്ളതാണ്. അതിൻ്റെ സെൻറ്റൻസ് ഇതാണ്: ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ പ്രോസസ് ഈസ് സെയിം വെദർ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്സ്. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തിയറിയുടെ. എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് എടുക്കാം. അത് എൻ്റെ അടുത്തുണ്ടെന്ന് നിങ്ങൾ കരുതുക. എന്തൊക്കെയോ റിയാക്ഷൻ ചെയ്ത് അതിനെ പിന്നീട് അത് ബിയിലേക്ക് മാറ്റിയെന്ന് വിചാരിക്കുക. ഒരാൾ വന്നിട്ട് ആ എ എടുത്തിട്ട് അതിനെ അങ്ങ് സി ആക്കി മാറ്റി. പിന്നെ വേറൊരാൾ വന്നിട്ട് ഈ സി എടുത്തിട്ട് വേറൊരു ഫോമിലേക്ക് അതിനെ ഡി ആക്കി മാറ്റി എന്ന് കരുതുക. ഈ അടുത്തൊരാൾ വന്നു ആ ഡി എടുത്തിട്ട് പിന്നെ അതിനെ ബി ആക്കി മാറ്റുന്നു എന്ന് കരുതുക. അത് പ്രോസസ്സ് നോക്കണം. എ എടുത്ത് ബി ആക്കി അല്ലേ? നമ്മൾ കാണുന്നത് ആ എ എടുത്തിട്ട് അതിനെ നേരെ എന്താക്കുകയാണ്? സി ആക്കി. സിയിൽ നിന്നും ഡി ആക്കി. ആ ഡി എ എടുത്ത് പിന്നെ ബി ആക്കുന്ന പ്രോസസ്സാണ് നാം ഇവിടെ കാണുന്നത്. ആദ്യമേ തന്നെ എ എടുത്ത് ബി ആക്കി, പിന്നെ അത് എയിൽ നിന്നും കറങ്ങി തിരിഞ്ഞ് വീണ്ടും എന്തിലേക്ക് തന്നെ ആക്കി വരികയാണ്? ബി എന്ന ആ ഒരു തലത്തിലേക്ക് തന്നെ ചേഞ്ച് ചെയ്ത് വരികയാണ്. ഇവിടെ റിയാക്ഷൻ നടത്താനായിട്ട് എയിൽ നിന്നും ബിയിലേക്ക് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നടത്തിയ അത് അവിടെ എന്താ കൊടുത്തത്? ΔH എന്ന് നമുക്ക് വിളിക്കാം. എയിൽ നിന്നും ബിയിലേക്ക് ഉണ്ടായ റിയാക്ഷൻ ΔH. സി ആക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ആ റിയാക്ഷൻ ΔH1. നിന്നും ഡി ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആ ഒരു റിയാക്ഷൻ അത് ΔH2. ബി ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആ ഒരു റിയാക്ഷണൽ എനർജി എത്രയാണ്? ΔH3. ഓക്കെ, ഈ ഒരു പ്രോസസ്സുമായി കണക്റ്റഡാണ് നമ്മുടെ ഹെസ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ ഉള്ള ΔH എന്ന് പറയുന്നത് അത് ഈക്വൽ ആണ് മറ്റുള്ളവരെ 3 സ്റ്റെപ്പിൽ നടത്തിയ ആ ഒരു ഇക്വേഷൻ, അതായത് ΔH1 പ്ലസ് ΔH2 പ്ലസ് ΔH3. ഇവിടെ മനസ്സിലാവുന്നത് ഒരു റിയാക്ഷൻ എന്നത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കാം, അതുപോലെ തന്നെ അത് മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ നടക്കാം. ഒറ്റ സ്റ്റെപ്പിൽ നടന്നതാണ് എയിൽ നിന്നും ബിയിലേക്ക്. അത് മൾട്ടിപ്പിൾ സ്റ്റെപ്പിലേക്ക് വരുമ്പോഴാണ് എയിൽ നിന്നും സിയിലേക്ക്, അതേപോലെ തന്നെ സിയിൽ നിന്നും ഡിയിലേക്ക്, ദെൻ ഡിയിൽ നിന്നും ബിയിലേക്ക്. അപ്പം ഇങ്ങനെ എ ടു ബി, ദെൻ എ ടു സി, ദെൻ സി ടു ഡി, ഇങ്ങനെയൊക്കെയുള്ള ഒരു റിയാക്ഷണൽ പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യത്തേത് ഏതാണ്? ഒറ്റ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ ടു ബി അല്ലേ? അപ്പോൾ ഒരു റിയാക്ഷൻ എന്നത് അങ്ങനെയും നടക്കാം, അതുകൂടാതെയോ മൾട്ടിപ്പിൾ സ്റ്റെപ്പിലൂടെയും നടക്കാം. എൻതാൽപ്പി സെയിം ആയിരിക്കും. ഒരു സ്റ്റെപ്പിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന എൻതാൽപ്പി, ആ ചേഞ്ച് എന്താണോ അതേ ചേഞ്ച് തന്നെ ആയിരിക്കും ഈ മൾട്ടിപ്പിൾ സ്റ്റെപ്പിലൂടെ നടക്കുമ്പോഴുള്ള റിയാക്ഷണൽ എൻതാൽപ്പി എന്നതാണ് ശ്രദ്ധേയം. പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ടോട്ടൽ എൻതാൽപ്പി ഓഫ് എ പ്രോസസ് അല്ലെങ്കിൽ ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ പ്രോസസ് ദാറ്റ് ഈസ് സെയിം വെദർ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ എ സെവറൽ സ്റ്റെപ്പ്. ഇപ്പൊ നമ്മളിവിടെ കണ്ടില്ലേ, ഒരു സിംഗിൾ സ്റ്റെപ്പിലൂടെ നടക്കുമ്പോഴുള്ള ആ ഒരു റിയാക്ഷണൽ ചേഞ്ച്, അവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി അത് തന്നെയായിരിക്കും ഈ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് എൻതാൽപ്പി ചേഞ്ച് ആ ഒരു റിയാക്ഷൻ സ്റ്റെപ്പിലൂടെ ഉണ്ടാകുന്നത് എന്നതാണ് ഹെസ്സിന്റെ ലോ. നിങ്ങൾക്ക് ഈ ഹെസ്സിന്റെ ലോ തന്നിട്ട് അതിന്റെ ഇല്ലസ്ട്രേഷൻ എഴുതാനായിരിക്കും ചോദിക്കുന്നത് പരീക്ഷയ്ക്ക്. നിങ്ങൾ അവിടെ ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സിന്റെ മുകളിലത്തെ ഒരു ലൈനിൽ ΔH കൊടുക്കുക. ആ ΔHലെ ആ മുകളിലത്തെ ലൈനിലെ എ ടു ബി എന്ന് കൊടുക്കുക. എന്നിട്ട് എയിൽ നിന്നും താഴോട്ടൊരു ലൈൻ വരച്ചിട്ട് എ ടു സി കൊടുക്കുക. ദെൻ സിയിൽ നിന്നും ഡിയിലേക്ക് ആ ലൈൻ കൊണ്ടുവരിക. എന്നിട്ട് ഡിയിൽ നിന്നും ബിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് അത് എ ടു ബി ΔH, എ ടു സി ΔH1, ദെൻ സി ടു ഡി ΔH2, ദെൻ ഡി ടു ബി ΔH3. അതാണ് ആ ബോക്സിൽ വരേണ്ടത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ. ദെൻ അതിനെ തുടർന്ന് എഴുതുക ΔH is equal to ΔH1 പ്ലസ് ΔH2 പ്ലസ് ΔH3. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇല്ലസ്ട്രേഷൻ. അപ്പോൾ ഈ ലോ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല? ഒരു റിയാക്ഷൻ ചേഞ്ച് ഒറ്റ സ്റ്റെപ്പിലും
മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ വന്നാലും അതിൻ്റെ എൻതാൽപ്പി അതെന്തായിരിക്കും, അത് സെയിം ആയിരിക്കും എന്നതാണ്. ഓക്കെ, ഇനി ഇതിനെ തുടർന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, അതായത് ടു ഫൈൻഡ് ഡെൽറ്റ എച്ച് ഓഫ് എ റിയാക്ഷൻ എന്ന് തന്നാൽ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുന്നതിലേക്ക് വേണ്ടി ഫ്രം ദ വാല്യൂ ഓഫ് റിയാക്ഷൻ ആൻഡ് ഫോർമേഷൻ, അവിടെ അത് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് ഇതാണ്, ഓർത്ത് വയ്ക്കാനായിട്ട് പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ് എന്നുള്ളതാണ്. ഇനി അതല്ല, ഫ്രം ദി വാല്യൂ ഓഫ് ബോണ്ട് ആൻഡ് കമ്പഷൻ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് റിയാക്റ്റന്റ് മൈനസ് പ്രോഡക്റ്റ് എന്നതാണ് ഓർത്തിരിക്കേണ്ടത്. പ്രോബ്ലത്തിൽ നിങ്ങളോട് പറയുക, ഒരു റിയാക്ഷൻ തന്നിട്ട് അതിന്റെ ഡെൽറ്റ എച്ച് കാണാൻ പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് നിങ്ങൾ വായിച്ചപ്പോഴേക്കും അവിടെ ഫോർമേഷന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒന്നെങ്കിൽ റിയാക്ഷൻ എൻതാൽപ്പിയുടെ വാല്യൂ അല്ലെങ്കിൽ ഫോർമേഷൻ എൻതാൽപ്പിയുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ അതിന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള വഴി എന്താ, ആൻസർ ആയിട്ട് ടോട്ടൽ എൻതാൽപ്പി കണ്ടുപിടിക്കാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ ചോദ്യത്തിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് ആ റിയാക്ഷന്റെ പ്രോഡക്റ്റ് എൻതാൽപ്പി മൈനസ് റിയാക്റ്റന്റ് എൻതാൽപ്പി, അതാണ് അതിന്റെ ആൻസർ. ഇസ് പി മൈനസ് ആർ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന എൻതാൽപ്പീസിന്റെ വാല്യൂസ് അവ തമ്മിൽ മൈനസ് ചെയ്യണം. അത് ഏതൊക്കെയാണ്, പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ്. എപ്പോഴാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ അത് ഏതൊക്കെയാണെങ്കിൽ ഒന്നെങ്കിൽ ഫോർമേഷന്റെ വാല്യൂ അല്ലെങ്കിൽ റിയാക്ഷന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ ഒരു വഴി അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ആൻസർ കണ്ടുപിടിക്കാം പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ്. മറ്റൊരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒന്നെങ്കിൽ ബോണ്ട് വാല്യൂ അല്ലെങ്കിൽ കമ്പഷൻ വാല്യൂ ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എൻതാൽപ്പി കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക എങ്കിൽ നിങ്ങൾ നേരെ തിരിച്ച് റിയാക്റ്റന്റ് മൈനസ് പ്രോഡക്റ്റ് എന്നതാണ് അപ്ലൈ ചെയ്തത്. ഫോർമേഷനോ റിയാക്ഷനോ ആണെങ്കിൽ പി മൈനസ് ആർ, ബോണ്ടോ കമ്പഷനോ ആണെങ്കിലോ ആർ മൈനസ് പി. കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. അത് ക്വസ്റ്റ്യൻ ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്, അത് പറയാം. ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ ഓഫ് CH, അതേപോലെ CH2 ബ്രാക്കറ്റിൽ ഗ്യാസ് ഉണ്ട്, അതുപോലെ തന്നെ CO2 ഗ്യാസ് ഉണ്ട്, പിന്നെ H2O അത് I ആണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്, അറ്റ് 298 K R മൈനസ് 74.81 K 1 മോളാണ്. ദെൻ അതേപോലെ തന്നെ മൈനസ് 393.5 KA മോൾ, അത് തന്നിരിക്കുന്ന വാല്യൂ 85.8 kg മോൾ റെസ്പെക്റ്റീവ്ലി. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദി റിയാക്റ്റന്റ് എന്നതാണ് ചോദ്യം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഏതാണ്, ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പീസ് ഓഫ് ഫോർമേഷൻ. അപ്പൊ തന്നിരിക്കുന്നത് ഫോർമേഷൻ ആണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയാ തന്നിരിക്കുന്നത്, CH4ന്റെ ഫോർമേഷൻ തന്നിട്ടുണ്ട്, 2ന്റെ ഫോർമേഷൻ തന്നിട്ടുണ്ട്, 2ന്റെ ഫോർമേഷൻ തന്നിട്ടുണ്ട്. വാല്യൂസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്നത് CH2ന്റെ ഫോർമേഷൻ വാല്യൂ ആണ്, അതായത് ഡെൽറ്റ FH. അപ്പൊ ഡെൽറ്റ FH 0. CH4ന്റെ വാല്യൂ എന്താണ്, മൈനസ് 74.81. CO2ന്റെ വാല്യൂ മൈനസ് 393.5. H2O അതിന്റെ വാല്യൂ മൈനസ് 285.8. ഇവിടുത്തെ ചോദ്യം എന്താണ്, കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റന്റ്. പറഞ്ഞാൽ ടോട്ടൽ എൻതാൽപ്പി ആണ് ഇവിടെ കാണേണ്ടത്. കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എൻതാൽപ്പി ആണ്. അവിടെ തന്നിരിക്കുന്ന ആ ഒരു റിയാക്ഷൻ ഏതൊക്കെയാണ് എന്നത് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതായത് CH2G പ്ലസ് 2O2 ബ്രാക്കറ്റിൽ G. അപ്പം അതിനോടനുബന്ധിച്ച് വരുന്നതിന്റെ ടോട്ടൽ എൻതാൽപ്പി ആണ് കാണേണ്ടത്. അപ്പൊ ആ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ എന്നും പറഞ്ഞിട്ട് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. CH4 gas plus CO2 gas gives
O2 ഗ്യാസ് പ്ലസ് 2H2O ഗ്യാസ്. അപ്പോൾ ഈ റിയാക്ഷന്റെ ടോട്ടൽ എൻതാൽപ്പി തന്നിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ് ആണോ കാണേണ്ടത്, റിയാക്റ്റന്റ് മൈനസ് പ്രോഡക്റ്റ് ആണോ കാണേണ്ടത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഏതാണ് കാണേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫോർമേഷൻ. അപ്പോൾ ആ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, അതെങ്ങനെയാണ് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഫോർമേഷൻ ആണ് തന്നെങ്കിൽ കണ്ടുപിടിക്കാനുള്ള വഴി എന്താ, പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ്. ഓക്കെ, H is equal to പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റന്റ്. ഇവിടെ CH4ന്റെ വാല്യൂ എത്രയാ, 74.81. 2O2ന്റെ വാല്യൂ അതെത്രയാ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാ കണ്ടുപിടിക്കണേ, ഓക്സിജന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഇല്ല, അപ്പോൾ അത് തന്നിട്ടില്ല. അതെങ്ങനെയാ അപ്പം നമ്മളത് കൈകാര്യം ചെയ്യണ്ടേ? ആൻസർ എന്ന് പറഞ്ഞാല് എലമെന്റൽ സ്റ്റേറ്റിൽ ഫോർമേഷൻ വാല്യൂ എന്താണ് എന്നത് നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അത് എലമെന്റൽ സ്റ്റേറ്റിൽ ഫോർമേഷൻ വാല്യൂ എന്തായിരിക്കും, അത് 0 ആയിരിക്കും. O2 ഗ്യാസിന്റെ ഫോർമേഷൻ വാല്യൂ ഇവിടെ 0. O2 ഗ്യാസ് ഇവിടെ സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കുക, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ 0. ഇനി CO2ന്റെ വാല്യൂ -398.5. H2ന്റെ വാല്യൂ -285.8. 2H2 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും 2 × -285.8. നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, അതായത് 285.8 × 2 ചെയ്യുക. എന്നിട്ട് മൈനസ് അല്ലേ, അതുകൊണ്ട് തന്നെ ഒരു മൈനസ് വാല്യൂ കിട്ടും. എന്നിട്ട് അതിനോട് പ്ലസ് -393.5 ചെയ്യുമ്പോഴേക്കും 0.5 ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടും. അതാണ് ഇവിടുത്തെ പ്രോഡക്റ്റിന്റെ വാല്യൂ. അപ്പോൾ ആ പ്രോഡക്റ്റിന്റെ വാല്യൂ താഴെ എഴുതുക, മൈനസ് ന്റെ വാല്യൂ. അപ്പൊ മൈനസ് എത്രയാ, അത് -74.81 എന്നുള്ളതാണ് ആ റിയാക്റ്റന്റിന്റെ വാല്യൂ. ശ്രദ്ധിക്കേണ്ടത്, ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഈ വാല്യൂ അതും കൂടി ചേരുമ്പോഴേക്കും അതും മൈനസ് ആണ്. അപ്പോൾ മൈനസും കൂടി ചേരുമ്പോഴേക്കും അവിടെ എന്താകും, പ്ലസ് ആകും എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇവിടെ ആ വാല്യൂസ് തമ്മിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയം. അതായത് വാല്യൂസ്, ആ മൈനസ് വാല്യൂവും അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള അവ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എടുക്കണം. ആ ഡിഫറൻസ് എടുക്കുമ്പോഴേക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത് -890.29 എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അത് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനല്ല, തന്ന വാല്യൂസ് ഓരോന്നോരോന്ന് എടുക്കുന്നു, ആ പ്രോഡക്റ്റ് അതേപോലെ തന്നെ റിയാക്റ്റന്റ്, ആ പ്രോഡക്റ്റിന്റെ വാല്യൂ കൊടുക്കുന്നു, ആ പ്രോഡക്റ്റിന്റെ വാല്യൂവിൽ നിന്നും റിയാക്റ്റന്റിന്റെ വാല്യൂ കുറയ്ക്കുന്നു. പിന്നെ അതിനകത്തുള്ള സൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് മൈനസും പ്ലസും കൂടി ആവുമ്പോഴേക്കും വലിയ വാല്യൂ പ്ലസ് ആണെങ്കിൽ അതിന്റെ സൈൻ ആയിരിക്കും നമ്മൾ അത് ഡിഫറൻസ് കണ്ടതിന് ശേഷം ഇടുന്നത്. ഇനി വലിയ വാല്യൂ മൈനസ് ആണെങ്കിൽ ആ ഒരു സൈൻ ആയിരിക്കും റിസൾട്ടിൽ കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഈ ഒരു റിയാക്റ്റന്റ് ഇത് കണ്ടുപിടിക്കാൻ കാരണം എന്താണ്, തന്നത് ഏത് വാല്യൂ ആണ്, തന്നത് ഫോർമേഷന്റെ വാല്യൂ ആയതുകൊണ്ടാണ്. ഓക്കേ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ് വാച്ച് ചെയ്യുക എല്ലാവരും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഹെസ് തിയറി ഇതോട് അവസാനിക്കുന്നു. ഓക്കെ.